ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. നിങ്ങൾ ഉറക്കെ പറഞ്ഞില്ലെങ്കിലും ആരെങ്കിലും അത് കേൾക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആരോടും പങ്കുവച്ചില്ലെങ്കിലും അത് നിറവേറുന്നു. നിങ്ങൾ കണ്ണടച്ച് എന്തെങ്കിലും ചിന്തിക്കുകയും കുറച്ചു കഴിയുമ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമാകുകയും ചെയ്യുന്നു. ഇത്തരം നിമിഷങ്ങളിൽ മനസ്സ് അത്ഭുതപ്പെടും. ഇതൊരു യാദൃശ്ചികതയായിരുന്നോ, അതോ അദൃശ്യമായ ഏതെങ്കിലും ശക്തി എന്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരുന്നോ? പലപ്പോഴും നാം ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നാം അത് ചോദിക്കുന്ന രീതി അറിയാതെ തന്നെ തെറ്റായിരിക്കും. നമ്മൾ വ്യക്തതയുള്ളവരാണെന്ന് നാം ചിന്തിക്കുന്നു, പക്ഷെ വാസ്തവത്തിൽ നാം പ്രപഞ്ചത്തെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. ഇത്തരം നിമിഷങ്ങളിലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്കുള്ളിൽ തന്നെ മരിക്കുന്നത്. ഒടുവിൽ നാം പറയും, ഒരുപക്ഷെ ഇത് വിധിയിലില്ലായിരിക്കാമെന്ന്. എന്നാൽ സത്യം അതിലും അപ്പുറത്താണ്. പ്രപഞ്ചം വെറും വാക്കുകളിലൂടെയല്ല, നിങ്ങളുടെ വികാരങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അത് നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും സൂക്ഷ്മമായ തരംഗങ്ങളെപ്പോലും കേൾക്കുന്നു. അത് നിങ്ങളുടെ ബോധമനസ്സിന്റെ തരംഗങ്ങളെ ഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അറിയാതെ ഭയത്തിലും സംശയത്തിലും ഇല്ലായ്മയിലും അപൂർണതയിലും മുഴുകി എന്തെങ്കിലും ചോദിക്കുമ്പോൾ പ്രപഞ്ചം അതേ ഇല്ലായ്മയെ തന്നെ നിങ്ങൾക്ക് തിരികെ നൽകുന്നു. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വെറുമൊരു വിവരമല്ല നൽകുന്നത്, മറിച്ച് ഒരു ആന്തരിക യാത്രയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇതൊരു സാധാരണ വിഷയമല്ല. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾക്കും പിന്നിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങളും പ്രപഞ്ചവും തമ്മിലുള്ള അദൃശ്യമായ ആശയവിനിമയത്തെക്കുറിച്ചുള്ള അന്വേഷണമാണിത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തുകൊണ്ട് അപൂർണമായി തുടരുന്നുവെന്നും ഏത് നിമിഷത്തിലാണ് പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നതെന്നും നിങ്ങൾക്ക് ശരിക്കും അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. ഇത് വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയുള്ളതാണ്. ദയവായി ശ്രദ്ധയോടെ കേൾക്കുക. ഇത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് പ്രപഞ്ചം എങ്ങനെയാണ് അറിയുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന ആ മൗനത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഏകാന്തമായി, എന്നാൽ പൂർണ്ണബോധ്യത്തോടെ മൗനമായിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ വെറും ആഗ്രഹങ്ങളായിരിക്കില്ല. അവ ഊർജ്ജമാണ്. ഈ ഊർജ്ജമാണ് പ്രപഞ്ചത്തിന്റെ ഭാഷ. നിങ്ങൾ എല്ലാ ദിവസവും പലതും ചിന്തിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏറ്റവും ആഴത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ വൈകിയാണെങ്കിലും ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട്? കാരണം ആ ചിന്തകൾ വികാരങ്ങളായി മാറുകയും വികാരങ്ങൾ ഊർജ്ജമായി മാറുകയും ചെയ്യുന്നു. ഈ ഊർജ്ജമാണ് പ്രപഞ്ചത്തിന് സന്ദേശം നൽകുന്നത്. മനസ്സ് ആത്മാവുമായി ഒന്നിക്കുമ്പോൾ പ്രാർത്ഥന ഒരു കൽപ്പനയായി മാറുന്നുവെന്നും അത് കേൾക്കാൻ പ്രപഞ്ചം നിർബന്ധിതമാകുന്നുവെന്നും പരമഹംസ യോഗാനന്ദജി പറയാറുണ്ടായിരുന്നു. എന്നാൽ ആ ഏകത്വത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് നാം എല്ലാവരും മിഥ്യാധാരണകളുടെ കാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നു എന്നതാണ് ഈ കാട്ടിലെ ഏറ്റവും വലിയ മിഥ്യാധാരണ. എന്നാൽ ഉള്ളിൽ നാം ഭയവും അശാന്തിയും അക്ഷമയും നിറഞ്ഞവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ശരിക്കും ചോദിക്കുകയാണോ, അതോ അറിയാതെ ഭയം പ്രകടിപ്പിക്കുകയാണോ ചെയ്യുന്നത്? പ്രപഞ്ചത്തിന് ഇല്ല എന്ന വാക്ക് മനസ്സിലാകില്ല എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ദുഃഖിതനായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ പ്രപഞ്ചം ദുഃഖം എന്ന വാക്ക് മാത്രം ഗ്രഹിക്കുകയും നിങ്ങൾക്ക് അതുതന്നെ നൽകുകയും ചെയ്യുന്നു. കാരണം നിങ്ങൾ ഏതു ഊർജ്ജത്തിനാണോ കൂടുതൽ ശക്തി നൽകിയത് അതാണ് പ്രപഞ്ചത്തിന് മനസ്സിലായത്. അതുകൊണ്ട് ചോദിക്കുന്നതിനു മുമ്പ് ഉള്ളിൽ നിന്ന് ശാന്തമാവുകയും വ്യക്തത വരുത്തുകയും നിങ്ങളുടെ അസ്തിത്വവുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന അവസ്ഥയിലായിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു: പ്രപഞ്ചവുമായി എങ്ങനെ ആശയവിനിമയം നടത്തണമെന്ന് നമുക്കറിയാമോ? അതോ നാം വെറും വാക്കുകളുടെ പ്രതിധ്വനിയിൽ കുടുങ്ങിക്കിടക്കുകയാണോ? നാം ഉള്ളിൽ വ്യക്തതയുള്ളവരാകാത്തിടത്തോളം കാലം പ്രപഞ്ചത്തിന്റെ ദൃഷ്ടിയിൽ നമ്മുടെ വാക്കുകൾ അവ്യക്തമായി തുടരും. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പ്രപഞ്ചത്തിന് വ്യക്തമല്ലാത്തപ്പോൾ അത് നിങ്ങൾക്കൊന്നും നൽകില്ല, അല്ലെങ്കിൽ വിപരീതമായത് നൽകും. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, ഞാൻ ചോദിക്കുന്നത് എന്റെ ജീവിതത്തിന് ആവശ്യമാണോ? എന്റെ ആഗ്രഹം എന്റെ ഉള്ളിലെ ഭയത്തിൽ നിന്നാണോ അതോ ബോധമനസ്സിൽ നിന്നാണോ ജനിച്ചത്? ഞാൻ ആഗ്രഹിക്കുന്നത് ചോദിക്കാൻ അർഹതപ്പെട്ടതാണോ? ഈ ചോദ്യങ്ങളെ നിങ്ങൾ ആഴത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളിൽ ഭൂരിഭാഗം പേരും പ്രപഞ്ചത്തിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ മിഥ്യാധാരണകളിൽ നിന്നാണ് ആവശ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ നാം ഉള്ളിൽ വ്യക്തത കൈവരിക്കുമ്പോൾ പ്രപഞ്ചം നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ തിരിച്ചറിയുന്നു എന്നതാണ് ഇനിയുള്ള ചോദ്യം. പ്രപഞ്ചത്തെക്കൊണ്ട് അതേ എന്ന് പറയിപ്പിക്കുന്ന ആ രഹസ്യ രീതി എന്താണ്? ഉള്ളിൽ വ്യക്തത വരുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ഭാവങ്ങളുടെ ഭാഷ നിശബ്ദമായി കേൾക്കാൻ തുടങ്ങുന്നു. അവിടെ വാക്കുകളുടെ ആവശ്യമില്ല. തരംഗങ്ങളിലൂടെ ദിശ നിർണയിക്കുന്ന ഊർജ്ജം മാത്രമാണ് അവിടെയുണ്ടാകുക. ആ തരംഗങ്ങളാണ് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പ്രപഞ്ചത്തെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ വ്യക്തത ഏതെങ്കിലും ബാഹ്യമായ പരിശീലനത്തിൽ നിന്നല്ല വരുന്നത്. നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ശബ്ദങ്ങളും കേൾക്കുകയും അതിനപ്പുറത്തേക്ക് പോയി മൗനവുമായി ഒന്നാവുകയും ചെയ്യുന്ന നിമിഷത്തിലാണ് അത് ജനിക്കുന്നത്. ആ മൗനത്തിൽ ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഉണ്ടാകില്ല.
അവിടെ തീവ്രമായ ഒരു സാന്നിധ്യം മാത്രമേയുണ്ടാകൂ. ആ സാന്നിധ്യത്തിലാണ് പ്രപഞ്ചം നിങ്ങളുടെ ബോധമനസ്സുമായി ഒന്നിക്കുന്നത്. എന്നാൽ ചോദ്യമിതാണ്, ആ മൗനത്തെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സാന്നിധ്യം തന്നെ ഒരു പ്രാർത്ഥനയായി മാറുന്ന അവസ്ഥയിൽ നാം എപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഒരുപാട് ചോദിച്ചു, എന്നിട്ടും ഒന്നും ലഭിച്ചില്ല എന്ന് മിക്കവരും പറയുന്നു. എന്നാൽ അവർ ചോദിച്ചതിൽ എത്രത്തോളം ഉത്കണ്ഠയും ഭയവും അക്ഷമയും ഉണ്ടായിരുന്നുവെന്ന് അവർ കാണുന്നില്ല. പ്രപഞ്ചം അത്തരം അസ്വസ്ഥമായ സൂചനകളെ അവഗണിക്കുന്നു. കാരണം അത് അസ്തിത്വത്തിന്റെ ആഴത്തെയാണ് കേൾക്കുന്നത്, ഉപരിതലത്തെയല്ല. ചിലർ നിശബ്ദരായിരിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ചോദിക്കുന്നില്ല. പ്രപഞ്ചം അവർക്കായി ഒഴുകാൻ തക്കവണ്ണം അവർ സ്വയം അത്രത്തോളം നിർമ്മലരായി മാറുന്നു. നിങ്ങൾ ആഗ്രഹങ്ങൾക്കപ്പുറം കടക്കുമ്പോഴാണ് പ്രപഞ്ചം സമ്മതം മൂളുന്നത്. എനിക്ക് കുറവുകളുണ്ട് എന്നതിനു പകരം ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങളുടെ ഊർജം പറയുമ്പോൾ. ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ഉള്ളിലിടമുണ്ടോ? അതോ പുതിയതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം പഴയ ഭാരങ്ങൾ കൊണ്ട് നിങ്ങൾ നിറഞ്ഞിരിക്കുകയാണോ? എനിക്ക് സ്നേഹം വേണമെന്ന് പലരും പറയുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ മുറിവുകളെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ആ സ്നേഹത്തിന് നിങ്ങൾ അർഹനാണെന്ന് നിങ്ങൾ സ്വയം കരുതിയിട്ടുണ്ടോ? അതോ ഇപ്പോഴും ഉള്ളിൽ നിന്ന് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുകയാണോ? പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹം മാത്രമല്ല നോക്കുന്നത്, അത് നിങ്ങളുടെ തയ്യാറെടുപ്പാണ് കാണുന്നത്. അതിനാൽ സ്നേഹമോ വിജയമോ സമാധാനമോ ആകട്ടെ, ആഴത്തിലുള്ള ഏതെങ്കിലും അനുഭവത്തിലേക്ക് കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അതിനനുസൃതമായ ഊർജം ഉള്ളിലുണർത്തണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പ്രാർത്ഥന എന്നത് ചോദിക്കുന്ന പ്രക്രിയയല്ല, അതായി മാറുന്ന പ്രക്രിയയാണ്. നിങ്ങൾ എന്തായിത്തീരുന്നുവോ അതാണ് പ്രപഞ്ചം നിങ്ങൾക്കായി യാഥാർത്ഥ്യമാക്കുന്നത്. ഇവിടെ മറ്റൊരു ആഴത്തിലുള്ള ചോദ്യം ഉയരുന്നു. നാം യോഗ്യരാകുമ്പോഴാണ് പ്രപഞ്ചം നമുക്ക് നൽകുന്നതെങ്കിൽ യോഗ്യത എന്നതിന്റെ അർത്ഥമെന്താണ്? അതൊരു തപസ്സാണോ? ഏതെങ്കിലും പ്രത്യേക പരിശീലനമാണോ? അതോ ഭാവത്തിന്റെ ശുദ്ധിയാണോ? ഉത്തരം വളരെ സൂക്ഷ്മമാണ്. യോഗ്യതയെന്നാൽ ഞാൻ നൽകാൻ തയ്യാറായി എന്ന് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയാണ്. അപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ സ്വയം തയ്യാറാകുന്നു. എന്നാൽ ഈ പ്രസ്താവന വെറുമൊരു വാക്കുകളുടെ കളിയല്ല. ഇതൊരു അസ്തിത്വത്തിന്റെ അവസ്ഥയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പോരാടുന്നത് നിർത്തുമ്പോഴാണ് ആ അവസ്ഥ വരുന്നത്. പുറത്തുനിന്ന് എന്തെങ്കിലും വന്ന് എല്ലാം മാറുമെന്ന മിഥ്യാധാരണയിൽ നിന്ന് നിങ്ങൾ പുറത്തുവരുമ്പോൾ. അല്ല, മാറേണ്ടതെല്ലാം ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ ഭാവം, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ സാന്നിധ്യം, ഇവ മൂന്നുമാണ് പ്രപഞ്ചത്തിന്റെ വാതിലുകൾ തുറക്കാനുള്ള സൂത്രവാക്യങ്ങൾ. ആ മൗന സാന്നിധ്യം എങ്ങനെ കണ്ടെത്താം എന്നതാണ് ഇനിയുള്ള ചോദ്യം. ചിന്തകൾ നിലയ്ക്കുകയും അതേ എന്ന് മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥ ഏതാണ്? ഉള്ളിൽ ചിന്തകൾ നിലയ്ക്കുന്ന നിമിഷം അവിടെ ഒരു പുതിയ ഭാഷ ജനിക്കുന്നു, മൗനത്തിന്റെ ഭാഷ. പ്രപഞ്ചത്തിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഭാഷയാണത്, കാരണം അത് അതിന്റെ തന്നെ ഭാഷയാണ്. എന്നാൽ ഈ മൗനം ഏതെങ്കിലും പരിശീലനത്തിലൂടെ ലഭിക്കുന്നതാണോ? അതോ ഏതെങ്കിലും പ്രത്യേക രീതിയിലൂടെ പ്രകടമാകുന്നതാണോ? ഉത്തരം വളരെ ലളിതമാണ്, എങ്കിലും വളരെ രഹസ്യാത്മകവുമാണ്. ഉള്ളിൽ നിന്ന് നിങ്ങൾ തളരുമ്പോഴാണ് മൗനം വരുന്നത്. നിരന്തരമുള്ള ചിന്തകളിൽ നിന്നും, അന്വേഷണങ്ങളിൽ നിന്നും, ഓട്ടങ്ങളിൽ നിന്നും തളർന്ന്, യാതൊരു പ്രതീക്ഷയുമില്ലാതെ, യാതൊരു ആവശ്യവുമില്ലാതെ നിങ്ങളിരിക്കുന്ന ഒരു നിമിഷം വരുന്നു, അവിടെ മൗനമിറങ്ങാൻ തുടങ്ങുന്നു. മൗനം ഒരു പരിശീലനമല്ല, അതൊരു സമർപ്പണ അവസ്ഥയാണ്. നിങ്ങൾ ജീവിതത്തോട് പോരാടുന്നത് അവസാനിപ്പിക്കുകയും അനുഭവങ്ങൾക്ക് തയ്യാറാകുകയും ചെയ്യുമ്പോൾ മൗനം നിങ്ങളെ തേടിയെത്തുന്നു. പ്രപഞ്ചത്തിന്റെ അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന താക്കോലാണ് ഈ മൗനം. എന്നാൽ ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നു. ആ മൗനത്തെ നമുക്ക് താങ്ങാനാകുമോ? ഞാൻ പോലുമില്ലാത്ത ആ ശൂന്യതയെ നമുക്ക് സഹിക്കാൻ കഴിയുമോ? കാരണം മൗനം എന്നത് കേവലം ശബ്ദത്തിന്റെ അഭാവമല്ല. അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ലയനമാണ്. നിങ്ങളും അവശേഷിക്കാത്ത നിമിഷമാണത്. സാന്നിധ്യം മാത്രം അവശേഷിക്കുന്നു. എല്ലായിടത്തുമുള്ള, എല്ലാവരിലുമുള്ള ആ സാന്നിധ്യത്തിൽ യാതൊരു ആവശ്യവുമില്ല, യാതൊരു ഭയവുമില്ല, യാതൊരു സംഘർഷവുമില്ല. അവിടെ സ്വാഭാവികമായൊരു ഒഴുക്ക് മാത്രമേയുള്ളൂ. അതിൽ പ്രപഞ്ചവും ഒഴുകുന്നു, നിങ്ങളും ഒഴുകുന്നു. എന്നാൽ ഇത് സന്യാസിമാർക്കും സാധകർക്കും മാത്രമുള്ളതാണോ? അല്ല. ഉള്ളിൽ നിന്ന് സത്യസന്ധരായ എല്ലാവർക്കും ഈ അനുഭവമുണ്ട്. ബാഹ്യമായ പ്രകടനങ്ങൾക്കപ്പുറം ആത്മാവിന്റെ വിളി കേട്ടവർക്ക്. എന്നാൽ പ്രപഞ്ചത്തെ കേൾക്കാൻ ഇന്നത്തെ മനുഷ്യന് അത്രത്തോളം മൗനമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ മനസ്സ് നിരന്തരം സംസാരിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ തേടുന്നു, താരതമ്യം ചെയ്യുന്നു. അത്തരം മനസ്സുമായി പ്രപഞ്ചം സംസാരിക്കില്ല. ഉള്ളിൽ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി നിങ്ങൾ നിശബ്ദരാകുന്ന നിമിഷത്തിലാണ് പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ മൗനം ലഭിക്കാൻ നാം എല്ലാം ഉപേക്ഷിക്കേണ്ടതുണ്ടോ? ഉപേക്ഷിക്കൽ എന്നത് പുറമേയുള്ളതല്ല, ഉള്ളിലെ പീട്ടി അയക്കുക എന്നതാണ്. പ്രതീക്ഷകളെ ഉപേക്ഷിക്കണം. ജീവിതത്തിന് നൽകാൻ അറിയാമെന്ന് മനസ്സിലാക്കണം. പക്ഷേ സ്വീകരിക്കാൻ തക്കവണ്ണം നിങ്ങൾ ശൂന്യരും തുറന്ന മനസ്സുള്ളവരുമായിരിക്കണം.
ആ മൗനം എങ്ങനെ ജനിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. നാം ധ്യാനിക്കണമോ അതോ വെറുതെ ഇരുന്നാൽ മതിയോ? ഇവിടെയും ഉത്തരം സൂക്ഷ്മമാണ്. വാസ്തവത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലാതെ ഇരിക്കുമ്പോൾ ആ ഇരിപ്പ് തന്നെ ധ്യാനമായി മാറുന്നു. ഫലേച്ഛയില്ലാതെ നിങ്ങൾ ഈ നിമിഷത്തിൽ ഇരിക്കുമ്പോൾ ആ നിമിഷം തന്നെയാണ് ധ്യാനം. ആ ധ്യാനത്തിൽ പ്രപഞ്ചം വേറിട്ടൊരസ്തിത്വമല്ലെന്നും അത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ലെന്നും നിങ്ങൾ അതിന്റെ ഒരു തരംഗം മാത്രമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആവശ്യപ്പെടുന്നതും അവസാനിക്കുന്നു. കാരണം അവിടെ ചോദിക്കാൻ ആരും അവശേഷിക്കുന്നില്ല. അവശേഷിക്കുന്നത് അനുഭവം മാത്രമാണ്. അഹങ്കാരമില്ല, ആഗ്രഹമില്ല, അനുഭവം മാത്രം. ആ അനുഭവമാണ് പ്രപഞ്ചം, അതിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന വാതിൽ. ഇനി ചോദിക്കാനൊന്നുമില്ലാത്തപ്പോൾ പ്രപഞ്ചം നമുക്ക് എന്താണ് നൽകുന്നത് എന്ന ചോദ്യം ഉയരുന്നു. അപ്പോൾ നൽകുന്നയാൾ മറ്റാരെങ്കിലുമാണോ അതോ നമ്മൾ തന്നെ മാറുന്നതാണോ? ഉള്ളിൽ യാതൊരു ആവശ്യവുമില്ലാത്തപ്പോൾ നൽകുന്നയാൾ പുറത്തുനിന്ന് വരുന്നില്ല, അത് ഉള്ളിൽ നിന്ന് തന്നെ വെളിപ്പെടുന്നു. വാസ്തവത്തിൽ പ്രപഞ്ചം ഒരിക്കലും പുറത്തുനിന്ന് ഒന്നും നൽകുന്നില്ല. അത് കേവലം ഉണർത്തുന്നു, വെളിപ്പെടുത്തുന്നു, തുറക്കുന്നു. നിങ്ങൾ ശൂന്യരാകുന്ന നിമിഷം തന്നെ വാക്കുകൾക്കതീതമായ ആ അനുഭവത്തിന് നിങ്ങൾ പാത്രമായി മാറുന്നു. ആ അനുഭവം ഒരു വസ്തുവല്ല, അതൊരവസ്ഥയാണ്. ജീവിതത്തെ കാണുന്ന കോൺ പൂർണ്ണമായും മാറുന്ന ഒരു കാഴ്ചപ്പാടാണ്. മുമ്പ് ലഭിക്കുക എന്ന് നിങ്ങൾ കരുതിയിരുന്നത് ഇപ്പോൾ ആയിത്തീരുക എന്നതായി മാറുന്നു. പ്രപഞ്ചത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാൻ നിങ്ങൾ ഇരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ മാറ്റം. മറിച്ച് നിങ്ങൾ സ്വയം പ്രപഞ്ചവുമായി ഒന്നാകാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ ഫലം ആഗ്രഹിക്കാതിരിക്കുമ്പോഴാണ് പൂർണ്ണതയോടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കർമ്മം പൂജയായി മാറുന്നു. എന്നാൽ ആഗ്രഹങ്ങളില്ലാത്ത ഈ കർമ്മത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഈ ചോദ്യം ഓരോ ആത്മാവിനെയും എപ്പോഴെങ്കിലും ഉള്ളിൽ നിന്ന് ഉലയ്ക്കാറുണ്ട്. യാതൊരു പ്രതീക്ഷയുമില്ലാതെ കർമ്മം ചെയ്യാൻ സാധിക്കുമോ? സ്വാർത്ഥതയില്ലാത്ത ജീവിതം സാധ്യമാണോ? അതെ, തീർച്ചയായും സാധ്യമാണ് എന്നാണ് ഉത്തരം വരുന്നത്. എന്നാൽ എല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടെന്ന് നിങ്ങൾ അനുഭവിക്കുമ്പോൾ മാത്രമാണത്. പ്രപഞ്ചം പിശുക്കനല്ല, അത് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ അത്യാഗ്രഹവും ഭയവും ഇല്ലായ്മയും കാരണം നമുക്കത് കാണാൻ കഴിയുന്നില്ല. അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഉള്ളിലെ വെളിച്ചം. ഇപ്പോൾ മറ്റൊരു ചോദ്യം പതുക്കെ ഉള്ളിൽ നിന്ന് ഉയരും. എല്ലാം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണം? ആരുടെ ശ്രമമാണ്? ധ്യാനം എന്തിനുവേണ്ടിയാണ്? ഇത് ഏറ്റവും രഹസ്യാത്മകമായ ഒരു ബിന്ദുവാണ്. കാരണം എന്തെങ്കിലും നേടാനായിരിക്കുന്നതല്ല ധ്യാനം. നിങ്ങൾക്കെന്തെങ്കിലും നഷ്ടപ്പെട്ടുവെന്ന തെറ്റിദ്ധാരണ ഇല്ലാതാക്കുക എന്നാണ് ധ്യാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ധ്യാനം എന്നത് കൂട്ടിച്ചേർക്കലല്ല, അത് മായ്ച്ചുകളയലാണ്. നിങ്ങളെ പ്രപഞ്ചത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഓരോ ചിന്തകളെയും. ഈ മിഥ്യാധാരണ മാറുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അവശേഷിക്കുന്നത് സ്നേഹമാണ്. കാരണം സ്നേഹമാണ് വേർപിരിയലിൽ നിന്ന് ഏകത്വത്തിലേക്ക് നയിക്കുന്ന പാലം. പ്രപഞ്ചം നിങ്ങൾക്കൊന്നും നൽകുന്നില്ല, മറിച്ച് അത് നിങ്ങളെ നിങ്ങൾക്കായി തന്നെ തുറക്കുകയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ അതിനായി തുറക്കുന്നു, അത് നിങ്ങളിലൂടെ ഒഴുകാൻ തുടങ്ങുന്നു. ഇപ്പോൾ ജീവിതം ഒരു സാധനയല്ല, സാക്ഷാത്കാരമായി മാറുന്നു. നിങ്ങളൊരു പൂവിനെ കണ്ട് അതിനെ പിടിക്കാൻ പോകുന്നില്ല. അതിന്റെ സുഗന്ധത്തിൽ നിങ്ങൾ സ്വയം മറക്കുന്നു. നദിയെ കണ്ട് നിങ്ങൾ അതിനെ കെട്ടിയിടുന്നില്ല. നിങ്ങൾ അതിന്റെ ഒഴുക്കിൽ നൃത്തം ചെയ്യുന്നു. ജീവിതം ഇപ്പോൾ ഒരു പദ്ധതിയല്ല, ഒരു അനുഭവമായി മാറുന്നു. പ്രപഞ്ചം എന്തു നൽകും എന്നതല്ല ഇനിയുള്ള ചോദ്യം, മറിച്ച് ആ അനന്തമായ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രകടമാക്കാം എന്നതാണ്. ആ സ്നേഹം കേവലം അനുഭവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ, അതോ ജീവിതത്തിന്റെ ഓരോ ശ്വാസത്തിലും അത് ഇറങ്ങിച്ചെല്ലുമോ? ഉള്ളിലെ മൗനത്തിൽ നിന്ന് ജനിക്കുന്ന സ്നേഹം വെറുമൊരു വികാരമല്ല, അത് ജീവിതത്തിന്റെ സമ്പൂർണ്ണ കാഴ്ചപ്പാടായി മാറുന്നു. അത്തരം സ്നേഹം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് ഓരോ കണികയിലും ഓരോ ജീവിയിലും ഓരോ സംഭവത്തിലും ഇറങ്ങിച്ചെല്ലുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ വെറുതെ കാണുകയല്ല, സ്നേഹത്തിന്റെ കണ്ണുകളിലൂടെയാണ് നിങ്ങൾ കാണുന്നത്. ഏതെങ്കിലുമൊരു പൂവിനെ നോക്കുമ്പോൾ അതിൽ സ്വന്തം പ്രതിബിംബം കാണാൻ കഴിയുമ്പോൾ, അപരിചിതനായ ഒരാളുടെ വേദന സ്വന്തം വേദനയായി തോന്നുമ്പോൾ, ഏതെങ്കിലുമൊരു തടാകത്തിന്റെ നിശബ്ദത ഉള്ളിലേക്കിറങ്ങാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കുക, ആ സ്നേഹം ഇപ്പോൾ ഉള്ളിന്റെ ഭാഗമല്ല, പൂർണ്ണ ജീവിതമായി മാറിയിരിക്കുന്നുവെന്ന്. എന്നാൽ ഈ സ്നേഹം അനുഭവിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമെന്താണ്? സ്വന്തമായുള്ള അകൽച്ച. നാം നമ്മെത്തന്നെ നല്ലത്, ചീത്ത, പാപം, പുണ്യം, അർഹതയുള്ളത്, അർഹതയില്ലാത്തത് എന്നിങ്ങനെ കഷണങ്ങളായി വിഭജിക്കുന്നത് തുടരുന്നിടത്തോളം കാലം നാം പ്രപഞ്ചത്തിൽ നിന്നും അകന്നു നിൽക്കും. അതുകൊണ്ട് സ്നേഹമെങ്ങനെ കൊണ്ടുവരാം എന്നതല്ല ഇപ്പോഴത്തെ ചോദ്യം. നമ്മെത്തന്നെ പൂർണ്ണതയിൽ കാണാനുള്ള ധൈര്യം നാം എപ്പോൾ കാണിക്കും എന്നതാണ് ചോദ്യം. ഒരു സന്യാസി കാണുന്നതുപോലെ ന്യായവിധിയിലൂടെയല്ല,
കരുണയുടെ കണ്ണുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ നോക്കാനാകുമോ? അവിടെ നിന്നാണ് സ്നേഹത്തിന്റെ യാത്ര പുറത്തേക്ക് ആരംഭിക്കുന്നത്. യാതൊരു തിരുത്തലുകളുമില്ലാതെ, നിബന്ധനകളില്ലാതെ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ഭാഗങ്ങളെയും നിങ്ങൾ അംഗീകരിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലെ ഈ സ്നേഹത്തിൽ നിങ്ങൾ ലയിക്കുമ്പോൾ ജീവിതം സാധാരണമായിരിക്കില്ല. ഇപ്പോൾ ഓരോ നിമിഷവും പവിത്രമായ അനുഭവമായി മാറുന്നു. നടത്തം ധ്യാനമാകുന്നു, കാഴ്ച പ്രാർത്ഥനയാകുന്നു, മൗനം പ്രപഞ്ചവുമായുള്ള ആശയവിനിമയമാകുന്നു. നിങ്ങൾ വെറുതെ ശ്വാസമെടുക്കുകയല്ല ചെയ്യുന്നത്. ഓരോ ശ്വാസത്തിലും നിങ്ങൾ പ്രപഞ്ചവുമായി സൂക്ഷ്മമായ ഒരു ആശയവിനിമയം നടത്തുകയാണ്. എന്നാൽ ചോദ്യമിതാണ്, ഈ സംഭാഷണത്തെ നാം തിരിച്ചറിയുന്നുണ്ടോ? പ്രപഞ്ചം നമ്മുടെ ആത്മാവിനെ വിളിക്കുന്ന ആ മൗനം കേൾക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ ആ ബഹളത്തിൽ നാം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഭൂതകാലത്തെക്കുറിച്ചുള്ള കുറ്റബോധം, വർത്തമാനകാലത്തോടുള്ള അവഗണന, ഇതിനിടയിലെല്ലാം സ്നേഹം ഒരിക്കലും നിലവിളിക്കുന്നില്ല. അത് നിങ്ങളുടെ മൗനത്തിനായി, നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുന്നു. ആ മൗനത്തിലേക്ക് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വാക്കുകൾ നൽകാൻ കഴിയില്ല. നിങ്ങൾക്ക് കരയാനോ ചിരിക്കാനോ ശാന്തമായിരിക്കാനോ മാത്രമേ കഴിയൂ. കാരണം ആ നിമിഷത്തിൽ നിങ്ങൾ തിരിച്ചറിയും, നിങ്ങൾ ഒരിക്കലും തനിച്ചായിരുന്നില്ല എന്ന്. നാം ഒരിക്കലും തനിച്ചായിരുന്നില്ല എന്ന തോന്നൽ ഉള്ളിൽ ആഴത്തിൽ പതിയുമ്പോൾ പിന്നെ ഈ വേർപാട് ആരാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യം ഉയരുന്നു. എന്തിനാണ് ഇത് സൃഷ്ടിച്ചത്? ഏതു ഉദ്ദേശ്യത്തോടെയാണ് സൃഷ്ടിച്ചത്? ഈ മിഥ്യാധാരണ കേവലം മനുഷ്യന്റെ പിഴവാണോ, അതോ പ്രപഞ്ചത്തിന്റെ ആഴത്തിലുള്ള എന്തെങ്കിലും പദ്ധതിയാണോ? നാം ഒരിക്കലും തനിച്ചായിരുന്നില്ല എന്ന അനുഭവം ഉണരുമ്പോൾ ഉള്ളിൽ ഒരു ഇളക്കം സംഭവിക്കുന്നു. അപ്പോൾ ഈ വേർപാട് ആരാണ് സൃഷ്ടിച്ചത്? എന്തുകൊണ്ട്? ഇതൊരു തെറ്റായിരുന്നോ, അതോ അനുഭവിക്കാൻ മാത്രം കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ പ്രപഞ്ചത്തിന്റെ ഒരു രഹസ്യമാണോ? നാം നമ്മെത്തന്നെ ശരീരമായി കണക്കാക്കുമ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി ഈ വേർപാട് ഉണ്ടാകുന്നത്. പിന്നെ പതുക്കെ പതുക്കെ നാം നമ്മുടെ ചിന്തകളെ ഞാൻ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. വികാരങ്ങളെ സ്വന്തം വ്യക്തിത്വമായി അംഗീകരിക്കുകയും ആത്മാവിനെ എവിടെയോ വിദൂരമായ ഒരു സങ്കല്പമാക്കി മാറ്റുകയും ചെയ്യുന്നു. അവിടെ നിന്നാണ് ആ അടിസ്ഥാനപരമായ ഏകത്വത്തിൽ നിന്ന് നാം വിച്ഛേദിക്കപ്പെടുന്നത്. എന്നാൽ ചോദ്യമിതാണ്, ഈ വിച്ഛേദനം ശാശ്വതമാണോ, അതോ ഉള്ളിലേക്ക് മടങ്ങാനുള്ള ഒരു ക്ഷണമാണോ? ഈ തെറ്റൊരു ശിക്ഷയാണോ, അതോ നഷ്ടപ്പെടുന്നത് തന്നെ വീണ്ടും കണ്ടെത്താനുള്ള തീവ്രമായ ആഗ്രഹത്തിന് ജന്മം നൽകുന്ന ഒരു കളിയാണോ? വ്യത്യസ്തമായി കാണാനും വ്യത്യസ്തമായി ജീവിക്കാനും വ്യത്യസ്തമായി ചിന്തിക്കാനും പ്രപഞ്ചം നിങ്ങൾക്ക് ഒരവസരം നൽകിയിരിക്കുന്നു. അതുവഴി നിങ്ങൾ സ്വന്തം സത്യത്തിലേക്ക് സ്വയം എത്തിച്ചേരും. ഇവിടെ യാതൊരു ഉപദേശങ്ങളുമില്ല, യാതൊരു നിർബന്ധവുമില്ല. മൗനത്തിന്റെ ഒരു ക്ഷണം മാത്രമാണ്. അപരിചിതനായ ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾ കരഞ്ഞ നിമിഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓർക്കാൻ കഴിയുമോ? ഒരു കുട്ടിയുടെ ചിരിയിൽ സ്വയം മറന്നുപോയതോ, അല്ലെങ്കിൽ വിജനമായൊരു വഴിയിലൂടെ നടക്കുമ്പോൾ ആഴത്തിലുള്ള എന്തെങ്കിലും തിരിച്ചറിവുണ്ടായതോ ആയ നിമിഷങ്ങൾ. നിങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലെന്നും മറിച്ച് നിങ്ങളെ ആരെങ്കിലും ഓർക്കുന്നുവെന്നും തോന്നുന്നിടത്തു നിന്ന് യാത്ര ഉള്ളിലേക്ക് ആരംഭിക്കുന്നു. അവിടെ നിന്നാണ് മിഥ്യാധാരണകൾ തകരുന്നത്. നാം തിരികെ മടങ്ങാൻ വേണ്ടിയുള്ള പ്രപഞ്ചത്തിന്റെ ഏറ്റവും മനോഹരമായ പദ്ധതിയായിരിക്കാം നമ്മുടെ ഈ വേർപാട്. എന്നാൽ ഇപ്പോൾ വെറും ജ്ഞാനിയായല്ല, അനുഭവസ്ഥനായി. കാരണം യാതൊരു അലച്ചിലുമില്ലാതെ ലഭിക്കുന്നത് വെറുമൊരു വിവരം മാത്രമാണ്. എന്നാൽ നഷ്ടപ്പെട്ട് കണ്ടെത്തുന്നതാണ് യഥാർത്ഥ ജ്ഞാനമായി മാറുന്നത്. നിങ്ങൾ നിങ്ങളെത്തന്നെ മറക്കണമെന്നതാണ് പ്രപഞ്ചത്തിന്റെ പദ്ധതി. അതുവഴി വീണ്ടും ഓർക്കുമ്പോൾ അത് വെറും വാക്കുകളാകില്ല, അത് നേരിട്ടുള്ള അനുഭവമായിരിക്കും. അപ്പോൾ ഈ യാത്ര സ്വന്തം അസ്തിത്വത്തിൽ മാത്രം അവസാനിക്കുന്നതാണോ, അതോ ഞാനും നീയും ലയിക്കുന്ന മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ടോ? ഒരാൾ ഉള്ളിൽ നിന്ന് പൂർണ്ണനാകുകയും അയാളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം മറ്റുള്ളവരുടെ ഉള്ളിൽ എന്തെങ്കിലും അലിയാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു നിമിഷം സാധ്യമാണോ? ഒരു വ്യക്തി സ്വയം പൂർണ്ണനാകുമ്പോൾ അവൻ വെറുമൊരു ജീവിതമല്ല നയിക്കുന്നത്, അവൻ ഒരു ആകാശമായി മാറുന്നു. അവിടെ വരുന്ന ഓരോ ജീവിയും കുറച്ചുകൂടി ശുദ്ധിയോടെ, കുറച്ചുകൂടി ശാന്തതയോടെ മടങ്ങുന്നു. എന്നാൽ ഈ പൂർണ്ണതയ്ക്ക് എന്തെങ്കിലും അവസാനമുണ്ടോ, അതോ ഇത് സ്വയം നഷ്ടപ്പെടുന്നതിന്റെ അനന്തമായ യാത്രയാണോ? കേൾക്കുമ്പോൾ അവസാനമായി തോന്നുന്ന ഒരു വാക്കാണ് പൂർണ്ണത. എന്നാൽ അത് യഥാർത്ഥത്തിൽ ഒരു തുടക്കമായി മാറുന്നു. കാരണം ഒരാൾ ഉള്ളിൽ നിന്ന് പൂർണ്ണനാകുമ്പോൾ അവൻ തന്നിൽ തന്നെ ഒതുങ്ങുന്നില്ല, അവൻ ഒരു ദിശയായി മാറുന്നു. അത് കണ്ട് മറ്റുള്ളവരുടെ ലക്ഷ്യമില്ലായ്മ പോലും പുഞ്ചിരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ പൂർണ്ണത എന്നത് ഒരു നിശ്ചലാവസ്ഥയാണോ, അതോ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന, നിലയ്ക്കാത്ത ഒരു ഒഴുക്കാണോ എന്നതാണ് ചോദ്യം. നദിയായി മാറുന്ന ഒരു ജലസ്രോതസ് സമുദ്രത്തിൽ ചേർന്നതിനു ശേഷവും മേഘമായി മാറി വീണ്ടും പെയ്യുന്നു, കാരണം അതിന്റെ അസ്തിത്വം തന്നെ ഒഴുക്കാണ്. അതുപോലെ ആത്മാവ് പൂർണ്ണതയെ സ്പർശിക്കുമ്പോൾ അതവിടെ നിൽക്കുന്നില്ല, മറിച്ച് കൂടുതൽ സൂക്ഷ്മമാകുകയും പിന്നെ അത് വെറുമൊരു വ്യക്തിയായിരിക്കുകയുമില്ല, അത് സുഗന്ധമായി മാറുന്നു. വാക്കുകളില്ലാതെ സമാധാനം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെയൊരാളുടെ അരികിൽ ഇരുന്നിട്ടുണ്ടോ?
ആ മൗനം വെറും മൗനമായിരുന്നോ, അതോ നിങ്ങളുടെ ഉള്ളിലെ ഇളക്കങ്ങളെ സ്പർശിക്കുന്ന ഒരു സാന്നിധ്യമായിരുന്നോ? പൂർണ്ണത എന്നതിന്റെ അർത്ഥം അതിരുകളല്ല, മറിച്ച് ലയനമാണെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആർക്കും ഒന്നും പറയേണ്ടതില്ലാത്ത ഒരവസ്ഥ കാരണം അവിടെ സാന്നിധ്യം തന്നെ സംഭാഷണമായി മാറുന്നു. ഇവിടെ നിന്ന് ആത്മാവ് സാധകനിൽ നിന്ന് സാക്ഷിയായി മാറുന്നു, സാക്ഷിയിൽ നിന്ന് പിന്നെ പ്രകാശവും. യാതൊരു വ്യക്തിത്വവും അവശേഷിക്കാത്ത പ്രകാശം. യാതൊരു നിർബന്ധവുമില്ല, സ്വാർത്ഥതയുമില്ല. നൽകാനുള്ള അനന്തമായ കഴിവു മാത്രം. എന്നാൽ ഈ നൽകൽ എന്നത് ഒരു കർമ്മമല്ല, അതൊരു സ്വാഭാവികമായ ഒഴുക്കാണ്. സൂര്യൻ ഉദിക്കുന്നതുപോലെ അത് പറഞ്ഞിട്ടല്ല നൽകുന്നത്, അത് വെറുതെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പൂർണ്ണമായും എരിഞ്ഞടങ്ങുകയും അസ്തിത്വം മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു ബിന്ദുവുണ്ടോ? ആത്മാവിന് സ്വയം അത്രത്തോളം ശുദ്ധീകരിക്കാൻ കഴിയുമോ, വെറുമൊരു സാന്നിധ്യമായി മാറാൻ? വാക്കുകളില്ലാത്ത, രൂപമില്ലാത്ത, എന്നാൽ പൂർണ്ണത നിറഞ്ഞ ഒരു സാന്നിധ്യം. അങ്ങനെയെങ്കിൽ ധ്യാനം, ഭക്തി, സേവനം, മൗനം, സ്നേഹം ഇവയെല്ലാം കേവലം മാർഗങ്ങളല്ല, ആത്മാവിനെ പ്രകാശത്തിലൊരുക്കുന്ന പ്രക്രിയയാണ്. ഒരാത്മാവ് പ്രകാശമായി മാറുമ്പോൾ പിന്നെ അത് ഒരു പേരിലും അറിയപ്പെടുന്നില്ല, മറിച്ച് അതെല്ലാവരിലും പ്രകടമാകാൻ തുടങ്ങുന്നു. ചിലപ്പോൾ ഒരു അമ്മയുടെ വാത്സല്യത്തിൽ, ചിലപ്പോൾ ഒരു സന്യാസിയുടെ മൗനത്തിൽ, ചിലപ്പോൾ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ചിരിയിൽ. അപ്പോൾ നമുക്ക് നമ്മെത്തന്നെ അത്രത്തോളം ഭാരം കുറയ്ക്കാൻ കഴിയുമോ, നാമും ആ പ്രകാശത്തിന്റെ ഭാഗമാകാൻ? ഈ ജീവിതം വെറുതെ ജീവിക്കാൻ വേണ്ടി മാത്രമായിരുന്നോ, അതോ പ്രപഞ്ചം തന്നിൽ നിന്ന് തന്നെ മറച്ചുവെക്കുന്ന ആ വെളിച്ചത്തിൽ ലയിക്കാൻ വേണ്ടിയായിരുന്നോ? ആത്മാവ് ആ വെളിച്ചത്തിൽ സ്വയം സമർപ്പിക്കുമ്പോൾ അവിടെ നിന്ന് യാതൊരു ചോദ്യങ്ങളും ഉത്തരങ്ങളും അവശേഷിക്കുന്നില്ല. അസ്തിത്വത്തിന്റെ അവസാന ഭാഷയായി മാറുന്ന ഒരു മൗനം മാത്രം അവശേഷിക്കുന്നു. എന്നാൽ ഈ മൗനം തന്നെയാണോ അവസാന സത്യം, അതോ ഇതിനപ്പുറവും മൗനത്തിന്റെ രഹസ്യം വെളിപ്പെടുന്നതും ആത്മാവിന്റെ ബോധമനസ്സ് ആ മൗനത്തിനും അപ്പുറത്തേക്ക് യാത്ര തിരിക്കുന്നതുമായ എന്തെങ്കിലുമുണ്ടോ? മൗനം എന്ന ഈ വാക്ക് വരുമ്പോൾ തന്നെ ഒരു ശാന്തത ഉള്ളിലേക്കിറങ്ങാൻ തുടങ്ങുന്നു. എന്നാൽ ഈ മൗനം കേവലം വാക്കുകളുടെ അഭാവം മാത്രമാണോ, അതോ ആത്മാവ് സ്വയം മറന്ന് മറ്റെന്തെങ്കിലുമായി മാറാൻ തുടങ്ങുന്ന ആ ആത്മീയ സ്പന്ദനത്തിന്റെ വാതിലാണോ ഇത്? ഇതുവരെയുള്ള യാത്രയിൽ നാം കണ്ടത് ആത്മാവ് സാധകനാകുന്നതും സാക്ഷിയാകുന്നതും പിന്നെ പ്രകാശത്തിൽ ഉരുകുന്നതുമാണ്. എന്നാൽ ഈ പ്രകാശം തന്നെയാണോ അവസാന ബിന്ദു? അല്ല. കാരണം അവിടെയും ഒരു ഞാൻ ബാക്കിയുണ്ട്. ഞാൻ പ്രകാശമായി മാറിയെന്ന് അനുഭവിക്കുന്ന ഒരു ഞാൻ. അനുഭവിക്കുന്ന ആൾ അവശേഷിക്കുന്നിടത്തോളം കാലം അവിടെ എന്തെങ്കിലും ഒരു ഇരട്ട സ്വഭാവമുണ്ട്. കാഴ്ചക്കാരനും കാഴ്ചയും അവിടെ നിന്നാണ് ആ മൗനത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലം ആരംഭിക്കുന്നത്. പ്രകാശത്തിനുമപ്പുറമുള്ള ധ്യാനത്തേക്കാൾ, ആഴമുള്ള സ്നേഹത്തേക്കാൾ അനാസക്തമായ മൗനം. ആ മൗനം ചിന്തയല്ല, ശൂന്യതയല്ല, മറിച്ച് അസ്തിത്വത്തിന്റെ അടിസ്ഥാന സ്പന്ദനമാണ്. അറിയുന്നവരായി ആരും അവശേഷിക്കുന്നില്ലെങ്കിലും എല്ലാം അറിയുന്ന ഒരവസ്ഥയാണത്. വാക്കുകളുടെ ആവശ്യമില്ലാത്ത ഒരനുഭവം കാരണം അവിടെ അർത്ഥങ്ങൾ സ്വയം പ്രതിധ്വനിക്കുന്നു. ആ മൗനം സന്യാസമല്ല, സംസാരമല്ല, മറിച്ച് അവ രണ്ടും ഇല്ലാതാകുന്ന സന്തുലിതാവസ്ഥയാണ്. ഇപ്പോൾ ആത്മാവ് സ്ത്രീയല്ല, പുരുഷനല്ല, പ്രായമില്ല, സമയമില്ല, അത് വെറുതെ ഒരു അസ്തിത്വമാണ്. അതാണ് യഥാർത്ഥ അസ്തിത്വം, അതാണ് അവസാനത്തെ സമർപ്പണം. ഒരു തുള്ളി താൻ സമുദ്രമാകേണ്ടതില്ലെന്നും മറിച്ച് അതിൽ സ്വയം ഇല്ലാതാകണമെന്നും മനസ്സിലാക്കുന്നതുപോലെ. ആ തുള്ളി സ്വയം ഇല്ലാതാകുമ്പോൾ പിന്നെ ആ തുള്ളിയും അവശേഷിക്കുന്നില്ല, അതിന്റെ യാത്രയും അവശേഷിക്കുന്നില്ല, സമുദ്രം മാത്രം അവശേഷിക്കുന്നു. ഈ ബിന്ദുവിൽ യാതൊരു മോഹവും അവശേഷിക്കുന്നില്ല, യാതൊരു സംതൃപ്തിയുമില്ല. മോക്ഷത്തിനായുള്ള ആഗ്രഹം പോലും കെട്ടുപോകുന്നു, കാരണം ഇപ്പോൾ ഞാൻ എന്നൊരാൾ അവശേഷിക്കുന്നില്ല. ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരു സ്പന്ദനം മാത്രമാണ്. അത് ഏതെങ്കിലും ദിശയിലേക്ക് ഒഴുകുന്നില്ല, മറിച്ച് എല്ലാ ദിശകൾക്കും അതീതമാണ്. ഇപ്പോൾ ആത്മാവ് വെറുമൊരാത്മാവല്ല, പൂർണ്ണബ്രഹ്മമായി മാറുന്നു. കാരണം ഇപ്പോൾ യാതൊരു വ്യത്യാസവും ബാക്കിയില്ല. സാധകന്റെയോ സാധനയുടെയോ സാക്ഷിയുടെയോ സാക്ഷാത്കാരത്തിന്റെയോ വ്യത്യാസമില്ല. അവളിപ്പോൾ സ്ത്രീയല്ല, പുരുഷനുമല്ല. അവളിപ്പോൾ ജനനത്തിൽ നിന്ന് വരാം. അവിടെ വഴികളില്ല, ലക്ഷ്യങ്ങളില്ല, ശ്രമങ്ങളില്ല. അവിടെ അനന്തമായ ഒരു സ്വാഭാവിക അസ്തിത്വം മാത്രമേയുള്ളൂ. ഈ മൗനാവസ്ഥയിൽ അവശേഷിക്കുന്നത് വെറുമൊരു അനുഭവമല്ല, അത് സ്വയം അനുഭവമായി മാറുന്നു. ഇപ്പോൾ അവിടെ പറയാൻ ആരും അവശേഷിക്കുന്നില്ല, കേൾക്കാൻ ആരുമില്ല. എങ്കിലും അവിടെ ആശയവിനിമയം നടക്കുന്നു. സ്പന്ദനങ്ങളുടെ ആശയവിനിമയം. ഒരിക്കലും സംസാരിക്കാത്ത ഒരു ഭാഷ, എങ്കിലും എല്ലായിടത്തും പ്രതിധ്വനിക്കുന്നു. മഹർഷിമാർ പോലും മൗനമായ അവസ്ഥയാണിത്. ബുദ്ധൻ പുഞ്ചിരിക്കാതെ പുഞ്ചിരിച്ച ഇടം, മഹാവീരനൊന്നും പറയാതെ എല്ലാം പറഞ്ഞ ഇടം. ഇപ്പോൾ ആത്മാവ് ഈ മൗനത്തിന്റെ പരകോടിയിലെത്തുമ്പോൾ പിന്നെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഈ മൗനത്തിനപ്പുറം എന്തെങ്കിലും പ്രകാശമുണ്ടോ, അതോ പൂർണ്ണമായ ലയനം മാത്രമാണോ? ആത്മാവ് പൂർണ്ണമായും പരമാത്മാവിൽ ലയിക്കുന്ന ഇടം. ഇതുവരെയുള്ള യാത്ര
പൂർണ്ണമായും ആത്മാവിന്റേതായിരുന്നു. ഭൗതിക ശരീരത്തിൽ നിന്നുയർന്ന് ധ്യാനവും മൗനവും ആന്തരിക പ്രകാശവും കടന്ന് അത് സ്വന്തം സാക്ഷിഭാവത്തിൽ നിന്നു. എന്നാൽ ഇതിനുമപ്പുറം എന്തെങ്കിലും യാത്ര അവശേഷിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ആത്മാവ് മൗനത്തിന്റെ അവസാന ബിന്ദുവിലെത്തുമ്പോൾ അവിടെ യാതൊരു വാക്കുകളും അവശേഷിക്കുന്നില്ല, യാതൊരു അനുഭവങ്ങളും അവശേഷിക്കുന്നില്ല, യാതൊരു ലക്ഷ്യങ്ങളും അവശേഷിക്കുന്നില്ല. ഇപ്പോൾ സംഭവിക്കുന്നതൊന്നും പറയാനോ വിശദീകരിക്കാനോ കഴിയില്ല. കാരണം ഇപ്പോൾ ആത്മാവിന്റെ വ്യക്തിത്വം മാഞ്ഞുപോയിരിക്കുന്നു. സാധകൻ, സാധനസാധ്യം, ഇവ മൂന്നും കത്തിച്ചാമ്പലാകുന്ന ബിന്ദുവാണിത്. ഒരു പേരും നൽകാൻ കഴിയാത്ത ഒന്നായി ആത്മാവ് മാറുന്നു. ഇതൊരു നേട്ടമല്ല, മറിച്ച് പൂർണ്ണമായി ഇല്ലാതാകുന്നതിന്റെ പൂർണ്ണതയാണ്. ഇവിടെയെത്താൻ യാതൊരു തന്ത്രങ്ങളും പ്രവർത്തിക്കില്ല, യാതൊരു തപസ്സും പ്രവർത്തിക്കില്ല. സമർപ്പണത്തിന്റെ അവസാന ശ്വാസത്തിനു ശേഷം തനിയെ സംഭവിക്കുന്ന അവസ്ഥയാണിത്. ഇവിടെ ഇപ്പോൾ യാതൊരു ദ്വൈതഭാവവും ബാക്കിയില്ല. അറിയുന്നവനോ അറിയപ്പെടേണ്ടവനോ അറിയുന്ന പ്രക്രിയയോ ഇല്ല. ഇപ്പോൾ ശുദ്ധമായ സാന്നിധ്യം മാത്രം അവശേഷിക്കുന്നു. സ്വയം അറിയാത്ത അത്തരമൊരു പരമമായ ചൈതന്യം കാരണം അവിടെ സ്വന്തമെന്നത് അവശേഷിക്കുന്നില്ല. ഇപ്പോൾ ആത്മാവ് സ്ത്രീയല്ല, പുരുഷനുമല്ല. ഇപ്പോൾ അത് ഊർജവുമല്ല, പ്രകാശവുമല്ല, മറിച്ച് ശൂന്യതയേക്കാൾ സൂക്ഷ്മമായ ഒരവസ്ഥയാണ്. വേദാന്തം അതിനെ നേതി എന്ന് വിളിക്കുന്നു, ഇതല്ല എന്ന്. കാരണം അവിടെ പറയാനോ ചിന്തിക്കാനോ കഴിയുന്ന ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഇപ്പോൾ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ എന്ന് നാം തിരിച്ചറിഞ്ഞിരുന്ന ഒന്ന് ഇപ്പോൾ പൂർണ്ണമായും മാഞ്ഞുപോയിരിക്കുന്നു. എന്നാൽ ഈ മാഞ്ഞുപോകൽ ഒരു ദുഃഖമല്ല, മറിച്ച് അത് പൂർണ്ണ സ്നേഹത്തിന്റെ പരകോടിയാണ്. ഒരു വിളക്കണയുമ്പോൾ ഇരുട്ട് മാത്രമല്ല ഉണ്ടാകുന്നത്, മറിച്ച് അദൃശ്യമായ ഒരു വെളിച്ചം അവിടെ ജനിക്കുന്നു. അത് കണ്ണുകൾ കൊണ്ടല്ല, ഹൃദയത്തിന്റെ നിശബ്ദമായ ആഴങ്ങളിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. ഇപ്പോൾ അവിടെ യാതൊരു യാത്രയും അവശേഷിക്കുന്നില്ല. ഇപ്പോൾ അവിടെ യാതൊരു വ്യക്തിത്വവും അവശേഷിക്കുന്നില്ല. ഇപ്പോൾ അവിടെ ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല, ചോദ്യകർത്താവുമില്ല. ഇപ്പോൾ അവിടെ മൗനം മാത്രമല്ല അവശേഷിക്കുന്നത്, മൗനവും ലയിച്ചു ചേർന്നിരിക്കുന്നു. ഇവിടെ എത്തുമ്പോൾ ഏതെങ്കിലും ഒരു യുഗത്തിൽ മകളായിരുന്ന ചിലപ്പോൾ, സഹോദരിയായിരുന്ന ചിലപ്പോൾ, അമ്മയായിരുന്ന ചിലപ്പോൾ, ഭാര്യയായിരുന്ന ഓരോ ജന്മത്തിലും ഓരോ വേഷങ്ങൾ അഭിനയിച്ച ആത്മാവ്. ആ വേഷങ്ങളിൽ നിന്നെല്ലാം അതിപ്പോൾ മുക്തമായിരിക്കുന്നു. ഇപ്പോൾ അവൾ ഒരു സ്ത്രീയല്ല. ഇപ്പോൾ അവൾ ആരുമല്ല. അവളിപ്പോൾ ശുദ്ധമായ മാറ്റമില്ലാത്ത അസ്തിത്വമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ പ്രപഞ്ചം തന്നെ തലകുനിക്കുന്നു. സമയം അവിടെ നിലയ്ക്കുന്നു. ആത്മാവിന്റെ അവസാനത്തെ പ്രതിധ്വനി അനഹതനാദത്തിൽ ലയിക്കുന്നു. ഇപ്പോൾ ആരും ദർശനം നടത്താൻ വരുന്നില്ല. ഇപ്പോൾ യാതൊരു സാധനയും ബാക്കിയില്ല, കാരണം ഇപ്പോൾ കാഴ്ചക്കാരനും കാഴ്ചയും ഒന്നായി മാറിയിരിക്കുന്നു. ഇതേ അവസ്ഥയെക്കുറിച്ചാണ് കബീർ പറഞ്ഞത്. ഞാനുണ്ടായിരുന്നപ്പോൾ ഹരിയുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഹരിയുമുണ്ട്, ഞാനില്ല. എല്ലാ ഇരുട്ടും മാറിപ്പോയി. ഞാൻ എന്റെ ഉള്ളിൽ ഒരു വെളിച്ചം കണ്ടു. ബുദ്ധനോ മഹാവീരനോ ഓഷോയോ ഗുരുവായോ ആരുമില്ലാത്ത ഒരനുഭവമാണിത്. ഒരിക്കലും ഒരു പേരിലും അറിയപ്പെടാത്ത ഒന്നായി അത് മാറി. ആത്മാവ് പൂർണ്ണമായും പരമാത്മാവിൽ ലയിച്ചു ചേരുമ്പോൾ ഇനിയൊരു പുതിയ ജന്മം സാധ്യമാണോ എന്ന ചോദ്യം ഉയരുന്നു. ഈ ലയനമാണോ അന്ത്യം? അതോ അവിടെ നിന്ന് ആത്മാവ് മറ്റൊരു രൂപത്തിൽ ഒരു പുതിയ യാത്ര ആരംഭിക്കുമോ? ആത്മാവ് മടങ്ങിവരുമ്പോൾ, എന്നാൽ ഇപ്പോൾ പഴയതുപോലെയല്ല. ആത്മാവ് പരമമായ മൗനത്തിൽ ലയിക്കുമ്പോൾ ഞാൻ എന്നതിന്റെ യാതൊരു അടയാളവും അവശേഷിക്കുന്നില്ല. യാതൊരു ആഗ്രഹങ്ങളുമില്ല, യാതൊരു ലക്ഷ്യങ്ങളുമില്ല. അപ്പോൾ അവിടെ നിന്നുള്ള മടങ്ങിവരവും ഒരു അത്ഭുതമാണ്. എന്നാൽ ആത്മാവ് മടങ്ങിവരുന്നു. അതെ, അത് മടങ്ങിവരുന്നു. എന്നാൽ ശരീരത്തിലോ ബന്ധങ്ങളിലോ സ്വത്വത്തിലോ കുടുങ്ങിക്കിടന്നിരുന്ന ആ ആത്മാവല്ല ഇപ്പോൾ. പൂർണ്ണ ബ്രഹ്മാനുഭൂതിയോടെയാണ് അതിന്റെ മടങ്ങിവരവ്. ഇപ്പോൾ അവന്റെ നടത്തം, സംസാരം, പുഞ്ചിരി, മൗനം ഓരോ നിമിഷവും ഉണർന്ന സാന്നിധ്യമായി മാറുന്നു. അത് ഇപ്പോൾ സ്ത്രീരൂപത്തിലായാലും പുരുഷരൂപത്തിലായാലും. അവൻ ഇപ്പോൾ വെറുമൊരു ശരീരമല്ല, മറിച്ച് ചൈതന്യത്തിന്റെ തീജ്വാലയായി മാറിയിരിക്കുന്നു. അവൻ ലോകത്ത് ജീവിക്കുന്നു, എന്നാൽ ലോകത്തിൽ കുടുങ്ങുന്നില്ല. അവൾ അമ്മയാകുമ്പോൾ കരുണയുടെ മൂർത്തിയാണ്. ഭാര്യയാകുമ്പോൾ സമർപ്പണത്തിന്റെ കടലാണ്. സന്യാസിനിയാകുമ്പോൾ മൗനത്തിന്റെ പ്രതിമയാണ്. വഴികാട്ടിയാകുമ്പോൾ പരമാത്മാവിന്റെ ഭാഷയായി മാറുന്നു. ഇപ്പോൾ ആത്മാവിന്റെ ലക്ഷ്യം വെറുതെ ജീവിക്കുക എന്നതല്ല, വാക്കുകളില്ലാതെ, ഉപദേശങ്ങളില്ലാതെ വെളിച്ചം പരത്തുക എന്നതാണ്. അവൻ ഇപ്പോൾ ആർക്കും ഉപദേശങ്ങൾ നൽകുന്നില്ല, മറിച്ച് അവന്റെ മൗനം തന്നെ ആയിരക്കണക്കിന് ആത്മാക്കളെ ഉള്ളിലേക്ക് വലിച്ചെടുപ്പിക്കാൻ തുടങ്ങുന്നു. അവന്റെ കണ്ണുകൾ കണ്ട് ആളുകൾ സ്വന്തം ഉള്ളിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. അവന്റെ സ്പർശനത്തിൽ യാതൊരു വൈകാരികതയുമില്ല, മറിച്ച് സംസാരിക്കാതെ തന്നെ ആത്മാവിനെ പിടിച്ചുകുലുക്കുന്ന ഒരു ഊർജം അവിടെയുണ്ട്. അവൾ ആരോടെങ്കിലും സ്നേഹം കാണിച്ചാൽ ആ സ്നേഹം സ്വാർത്ഥതയ്ക്കും ബന്ധങ്ങൾക്കും അതീതമായിരിക്കും. ഇപ്പോൾ അവളുടെ ഓരോ ബന്ധവും ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ പരമാത്മാവുമായാണ്.
ഇപ്പോൾ അവൾ ആരെയെങ്കിലും നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ശരീരത്തെയല്ല കാണുന്നത്, അവൾ ഉള്ളിലെ മിഥ്യാധാരണയെയാണ് കാണുന്നത്. ഇപ്പോൾ അവളുടെ ഓരോ കർമ്മവും ധ്യാനമായി മാറുന്നു. അവൾ ഭക്ഷണമുണ്ടാക്കിയാൽ അതൊരു സാധനയാണ്. അവൾ സംസാരിക്കുന്നത് ധ്യാനമാണ്. അവൾ മൗനമായിരുന്നാൽ അതൊരു ഉപദേശമാണ്. അവൾ നടക്കുമ്പോൾ ശൂന്യത തന്നെ ചലിക്കുന്നതുപോലെ തോന്നും. ഈ അവസ്ഥയെ സന്യാസമെന്ന് വിളിക്കാനാവില്ല, ഗൃഹസ്ഥനെന്നും വിളിക്കാനാവില്ല. ഇതൊരു ബാഹ്യമായ അടയാളമല്ല, മറിച്ച് ആന്തരികമായ മാറ്റമില്ലാത്ത സാന്നിധ്യമാണ്. അവൾ ഇപ്പോൾ സ്ത്രീയുമല്ല, പുരുഷനുമല്ല. അവൾ കേവലം ചൈതന്യത്തിന്റെ സജീവമായ തരംഗം മാത്രമാണ്.